Suppose that u equal to x cos y z square, x equal to cos t, y equal to t square, z equal to e raised to t. Find the rate of change of u with respect to t at t equal to pi. ഇവിടെ നമുക്ക് കാണേണ്ടത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ യു എന്ന് പറഞ്ഞാൽ എക്സ് വൈ സെറ്റിൻ്റെ ഫംഗ്ഷനാണ്, പക്ഷേ എക്സും വൈ സെറ്റും ഒരു വേരിയബിളിൻ്റെ ഫംഗ്ഷനാണ് ടി എന്ന് പറയുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു ടി എന്ന് പറയുമ്പം നമുക്ക് ഡി യു ബൈ ഡി ടി ആണ് യൂസ് ചെയ്യുക, ഡോ യൂസ് ചെയ്യില്ല, കാരണം ഒരു വേരിയബിളിലേക്കല്ല ഇത് പോണത്. അപ്പോൾ ഡി യു ബൈ ഡി ടി ആണ് കാണേണ്ടത്. ഡി യു ബൈ ഡി ടി കാണാനായിട്ട് ചെയിൻ റൂൾ യൂസ് ചെയ്യണം. ആദ്യം യുവിനെ എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, പിന്നെ എക്സിനെ ടി കൊണ്ട്, പിന്നെ യുവിനെ വൈ കൊണ്ട്, വൈനെ ടി കൊണ്ട്, പിന്നെ യുവിനെ ഇസഡ് കൊണ്ട്, ഇസഡിനെ ടി കൊണ്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ യുവിനെ എക്സ് കൊണ്ട് ചെയ്യുമ്പം യു എന്ന് പറഞ്ഞത് എക്സ് വൈ ഇസഡ് 3 വേരിയബിളിൻ്റെ ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഡോ യു ബൈ ഡോ എക്സ് യൂസ് ചെയ്യും. പക്ഷേ എക്സിനെ ടി കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സ് എന്ന് വെച്ചാൽ 1 വേരിയബിളിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി, ഇനി പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഡി വൈ ബൈ ഡി ടി. ഇനി ഇസഡ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡോ യു ബൈ ഡോ ഇസഡ് ഡി ഇസഡ് ബൈ ഡി ടി. നമുക്കിനി ഡോ യു ബൈ ഡോ എക്സ്, ഡോ യു ബൈ ഡോ വൈ, ഡോ യു ബൈ ഡോ ഇസഡ് കാണണം. പിന്നെ ഡി എക്സ് ബൈ ഡി ടി, ഡി വൈ ബൈ ഡി ടി, ഡി ഇസഡ് ബൈ ഡി ടി കാണാം. ഇത് എഴുതി കഴിഞ്ഞിട്ടൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഇവിടെ മുകളിൽ യുവും ഇവിടെ ടി അല്ലേ, അപ്പോൾ ആദ്യം യു വരണം, അവസാനം ടി വരണം. യു ടി യു ടി, പിന്നെ ആദ്യം എക്സ് എക്സ് എക്സ്, വൈ വൈ, സെഡ് സെഡ് ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ഡോ യു ബൈ ഡോ എക്സ് കാണാം. ഡോ യു ബൈ ഡോ എക്സ് കാണാമെന്ന് വെച്ചാൽ കോസ് വൈ സെഡ് സ്ക്വയർ ഈസ് കോൺസ്റ്റൻറ്റ്, ഇതിൽ എക്സ് ഇല്ല. അപ്പോൾ എക്സിനെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. 1 ഇൻറ്റു കോസ് വൈ സെഡ് സ്ക്വയർ വരും. ഇനി അടുത്തത് ഡോ യു ബൈ ഡോ വൈ കാണണം. ഡോ യു ബൈ ഡോ വൈ കാണാൻ എക്സ് കോൺസ്റ്റൻ്റ് ആണ്, എക്സിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട. കോസ് വൈ സെഡ് സ്ക്വയർ മാത്രം ചെയ്താൽ മതി, കാരണം ഇതിൻ്റെ ഉള്ളിലാണ് വൈ ഉള്ളത്. കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ. പിന്നെ ഇത് ഫുൾ അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ഇവിടെ വെച്ച് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എഴുതരുത്. മൈനസ് സൈൻ ഇത് മൊത്തം എഴുതാം, വൈ സെഡ് സ്ക്വയർ, എന്നിട്ട് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ സെഡ് സ്ക്വയർ എഴുതാം. മനസ്സിലായോ? ഇത് നമുക്ക് കോസ് യുവിൻ്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ യു ഇൻറ്റു യുവിൻ്റെ ഡെറിവേറ്റീവ്. അതേപോലെ മൈനസ് സൈൻ വൈ സെഡ് സ്ക്വയർ ഇൻറ്റു വൈ ഇസഡ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്റ്റ് ടു വൈ. ഇവിടെ വൈ അല്ലേ, അപ്പോൾ വൈ ഇസഡ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ വൈയുടെ ഡെറിവേറ്റീവ് 1 വരും. 1 ഇൻറ്റു കൂടെയുള്ള ഇസഡ് സ്ക്വയർ എഴുതാം. അപ്പോൾ മൈനസ് എക്സ് ഇസഡ് സ്ക്വയർ സൈൻ വൈ ഇസഡ് സ്ക്വയർ. ഇനി ഡോ യു ബൈ ഡോ ഇസഡ്. ഡോ യു ബൈ ഡോ ഇസഡ് എന്ന് പറയുമ്പോൾ എക്സ് കോസ് വൈ ഇസഡ് സ്ക്വയർ ആണ്, എക്സ് കോൺസ്റ്റൻ്റ് ആണ്, അത് അതേപോലെ തന്നെ എഴുതാം. കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ, ഇത് വൈ ഇസഡ് സ്ക്വയർ എഴുതാം. ഇനി വൈ ഇസഡ് സ്ക്വയറിനെ ഇസഡ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. വൈ കോൺസ്റ്റൻ്റ് ആണ്, ഇസഡ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2 ഇസഡ്. നേരെ മൈനസ് ഇത് 2 വൈ സെഡും എക്സും കൂടി എഴുതുമ്പോൾ മൈനസ് 2x വൈ സെഡ് സൈൻ വൈ സെഡ് സ്ക്വയർ എഴുതാം. ഇനി നമുക്ക് ഡി എക്സ് ബൈ ഡി ടി കാണണം. എക്സ് കോസ് ടി ആണ്, വൈ ടി സ്ക്വയർ ആണ്, ഇസഡ് ഇ റേസ് ടു ടി ആണ്. ഡി എക്സ് ബൈ ഡി ടി മൈനസ് സൈൻ ടി, ഡി വൈ ബൈ ഡി ടി 2t, ഡി സെഡ് ബൈ ഡി ടി ഇ റേസ് ടു ടി. ഇത്രയും കിട്ടി. ഇനി ഇതെല്ലാവരും കൂടി ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡോ യു ബൈ ഡോ എക്സ് കണ്ടു, ഡോ യു ബൈ ഡോ വൈ കണ്ടു, ഡോ യു ബൈ ഡോ ഇസഡ് കണ്ടു, ഡി എക്സ് ബൈ ഡി ടി, ഡി വൈ ബൈ ഡി ടി, ഡി ഇസഡ് ബൈ ഡി ടി. അപ്പോൾ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്കിവിടെ ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു ടി എന്ന് പറഞ്ഞാൽ ഡി യു ബൈ ഡി ടി അറ്റ് ടി ഈക്വൽ ടു പൈയിലാണ് കാണേണ്ടത്. അപ്പോൾ നമ്മളിവിടെ എക്സ് വൈ സെഡ് ഒക്കെ ഇല്ലേ, അതെല്ലാം ടിയിലേക്ക് ചേഞ്ച് ചെയ്യണം. എന്നാൽ മാത്രമേ ടിക്ക് പൈ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സിന് പകരം കോസ് ടി എഴുതാം, വൈക്ക് പകരം ടി സ്ക്വയർ എഴുതുക, ഇസഡിന് പകരം ഈ റേസ് ടു ടി കൊടുക്കുക. ശ്രദ്ധിച്ച് എഴുതണം കേട്ടോ. ഇവിടെ കോസ് ഇത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്കൊന്നും വേറെ ഒന്നെടുത്ത് എഴുതാൻ പാടില്ല. അപ്പോൾ ഇവിടെ മൈനസ് സൈൻ ടി ഇവിടെ എഴുതാം. കോസ് വൈ ഇസഡ് സ്ക്വയറിന് പകരം വൈക്ക് പകരം ഈ ടി സ്ക്വയർ വരും, ഇസഡിന് പകരം ഈ റേസ് ടു ടി ഓൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ റേസ് ടു 2t വരും. പിന്നെ ഇവിടെ മൈനസ് എക്സിന് പകരം കോസ് ടി വരും, ഇസഡ് സ്ക്വയറിന് പകരം ഈ റേസ് ടു ടി ഓൾ സ്ക്വയർ ഈ റേസ് ടു 2t വരും. സൈൻ വൈ ഇസഡ് സ്ക്വയറിന് പകരം ടി സ്ക്വയർ ഈ റേസ് ടു ടി. ഇനി ഇവിടെ 2 എക്സിന് പകരം കോസ് ടി വരും, പിന്നെ വൈക്ക് പകരം ടി സ്ക്വയർ, ഇസഡിന് പകരം ഈ റേസ് ടു ടി. പിന്നെ ഇവിടെ എല്ലാം അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരിക. ഇനി നേരെ ടിക്ക് പൈ കൊടുക്കുക. ടിക്ക് പൈ കൊടുക്കുമ്പോൾ ടി ഉള്ളിടത്തെല്ലാം പൈ കൊടുക്കുക. പൈ കൊടുത്ത് കഴിയുമ്പം സൈൻ പൈ എന്ന് പറഞ്ഞാൽ 0 ആണ്, കോസ് പൈ എന്ന് പറഞ്ഞാൽ -1 ആണ്. ഇവിടെയും കോസ് പൈ -1 ആണ്. അപ്പോൾ ഇത് -1 പ്ലസ് ആവും, ഇവിടെ -1 പ്ലസ് ആവും. പിന്നെ വേറെ ഒന്നും വാല്യൂ കിട്ടില്ല. അപ്പോൾ ബാക്കി എല്ലാവരും എല്ലാം പ്ലസ് ആവും കേട്ടോ. കോസ് പൈ -1 ആവും.
പിന്നെ എല്ലാവരും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സൈൻ ഓഫ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്നും മൾട്ടിപ്ലൈ ചെയ്യരുത്, ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്നും മൾട്ടിപ്ലൈ ചെയ്യരുത്. ബാക്കിയുള്ളതെല്ലാം ഒരുമിച്ച് എഴുതുക. സൈൻ പൈ സ്ക്വയർ 2e⁻π അവിടെ അങ്ങനെ തന്നെ എഴുതാം. ലാസ്റ്റ് ആൻസർ എന്ന് പറയണത് ഇതാണ് വരിക. ലാസ്റ്റ് ആൻസർ ഇത് വരും. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ.